പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വചനവുമായി നിൽപ്പാൻ കർത്താവ് എന്നെ ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്ന ദൈവദാസനെയും ദൈവസഭയൊക്കെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ആത്മീയ ഉണർവിനും ദൈവീയ സന്തോഷത്തിനും കാരണമായി തീരുമാറാകണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനും എൻ്റെ ആത്മമണ്ഡലത്തെ അത് ചിന്തിച്ച കർത്താവ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മണ്ഡലങ്ങളെ മാറ്റം വരുത്തുവാൻ ഒരാത്മാവിൻ്റെ നിയോഗമുള്ളവനാക്കി, ഒരാത്മ നടത്തിപ്പുള്ളവനാക്കി തീർക്കുമാറാകണമെന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ആയിരിക്കാം. അനേകം മെസ്സേജുകൾ നമ്മൾ കേൾക്കുകയും നമ്മളെ അനേകം മെസ്സേജുകൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുകയും നമ്മൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് എന്നോട് എന്താണ് ഇന്ന് പകൽക്കാലം സംസാരിക്കേണ്ടത് എന്ത് എന്നുള്ളത് നമ്മൾ തന്നെ കർത്താവിനോട് ചോദിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ആലയത്തിലായിരിക്കാൻ തക്കണം ദൈവം നമ്മളെ അനുവദിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ അകറ്റിക്കളയുവാൻ സാഹചര്യങ്ങൾ അതിനുവേണ്ടിയൊക്കെ ശത്രു ഒരുക്കിക്കൊണ്ടിരുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ അവൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരാകാതിരുന്നിപ്പാൻ തക്കവണ്ണം ആത്മാവ് വീണ്ടും ഉറന്നു നിൽപ്പാൻ തക്കവണ്ണം നമ്മളെ ആഗ്രഹിക്കുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില ചിന്തകളിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ലൂക്കോസിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. മോനെ ചാപ്റ്റർ 7:24 പറഞ്ഞിട്ട് വായിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. സോറി മോനെ, അതല്ല ആ വാക്യമല്ല കേട്ടോ. സോറി, മാത്യു 7:24 ആണ്. മാത്യു 7:24. സോറി, മാത്യു 7:24. ആമേൻ, ആമേൻ. അവിടെ നിൽക്കട്ടെ മോളെ. നമുക്ക് അതിനോട് ചേർന്നൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം. ഇത് മറക്കരുത് കേട്ടോ ഈ വാക്യം. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ അതിൻ്റെ 46, 47 വായിച്ചേ. ആമേൻ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാണിച്ചു തരാൻ പോകുന്നൊരു കാര്യമാണ് താഴെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുവന് ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലല്ല വിളി എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് താഴെ കാണുന്ന വാക്യങ്ങൾ. വായിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. അവിടെ നിൽക്കണം മോനെ. ആഴത്തിൽ കുഴിച്ച്. ഹല്ലേലൂയ. മറ്റേടത്ത് ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ് ആമേൻ പാറമേൽ പണിതത്. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസ് അതിനകത്ത് ഇച്ചിരി ആഴമായിട്ട് കടന്നു എന്നിട്ട് അത് പറയുകയാണ്, നീ ആഴത്തിൽ കുഴിച്ച് ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർവോടും ഹല്ലേലൂയ ഉത്സാഹത്തോടും ഇരിക്കുന്ന ഒരു ദൈവജനം എന്നാണ് ഞാനും നിങ്ങളും എല്ലാം വിശ്വസിക്കുകയും അപ്രകാരം ജീവിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളാണെന്ന് പകൽക്കാലം ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആമീൻ ഹല്ലേലൂയ. ആഴത്തിലേക്ക് ഒന്ന് കുഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ ഹല്ലേലൂയ. ആമീൻ. ആഴത്തിൽ കുഴിച്ചെങ്കിൽ മാത്രമേ ചിലതൊക്കെ ഹല്ലേലൂയ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.
കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നു പോയതായിരിക്കുന്ന ഹല്ലേലൂയ കുറവുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഇറങ്ങിയിരുന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കണം. ഹല്ലേലൂയ, കർത്താവേ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട്, എൻ്റെ ശബ്ദം തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. എൻ്റെ ശബ്ദം കർത്താവ് കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥ ഇന്ന് പകൽക്കാലം എപ്രകാരമായിരിക്കുന്നു? നാളുകളായി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ദൈവവചനത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിന് നിൽക്കാൻ തക്കവണ്ണം ഉത്സാഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കുഴിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ അടിസ്ഥാനം കുഴിക്കുമ്പോൾ അത് ചിലത് കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പുറമെ നീ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നീ ഇന്ന് പകൽക്കാലം നീ ഒന്ന് കുഴിച്ച് ആ മണ്ണൊന്ന് മാറ്റി ഒരു വീട് പണിയുവാനൊക്കെ വേണം. ഒരു വീട് പണിയുവാനൊക്കെ വേണം വാനം എടുക്കുന്നത് പോലെ അതിന്റെ വാനം ഒന്ന് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാനം എടുക്കാൻ തുടങ്ങുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ എന്തൊക്കെയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും എൻ്റെ വേറെ കാര്യത്തിലേക്ക് ചിന്തിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യമെടുക്കുകയാണ്. ആമേൻ. മതി. അവിടെ പറഞ്ഞെന്തറിയാം, അന്ന് വായിച്ചാൽ അതോടെ അത് പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച വിഷയമാണ്. ഹല്ലേലൂയ. ഈ വാനം എടുക്കുമ്പോഴേ ഹല്ലേലൂയ നല്ല മേശരിയാങ്കിൽ വേര് കണ്ടാൽ വെട്ടിമുറിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. അവൻ ഉദ്ദേശിക്കുന്ന അളവിൽ ആഴത്തിലേക്ക് ചെന്ന് ഹല്ലേലൂയ അവൻ അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഇടണമെങ്കിൽ അതിനു മുമ്പ് അവൻ്റെ ചില പദ്ധതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമുക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലം വിളിക്കപ്പെടുന്നത് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവോട് എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ നിനക്ക് അല്പമേ വിശ്വാസമുണ്ട് എങ്കിൽ ഈ കാട്ടത്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ കടലിലേക്ക് പോകുവാൻ അവിടെ നിന്ന് നിൽക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ കാട്ടത്തിയോട് പറഞ്ഞ് അവിടെ എത്രയോ വേറെ വിഷയങ്ങളുണ്ടായിരുന്നു. വാക്ക് എത്രയൊക്കെയോ മരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാട്ടത്തിയോട് പറഞ്ഞിട്ട് എന്നാൽ അപ്പുറത്തെ അയ്യത്തോട്ട് പോയി നടാനാണോ കർത്താവ് പറഞ്ഞത്? അപ്പുറത്തെ പുരയിടത്തിലോട്ട് പോയി നട ഹല്ലേലൂയ അല്ലെങ്കിൽ എൻ്റെ ഹല്ലേലൂയ ബൗണ്ടറിക്ക് നിൽക്കട്ടെ, അതേ ആ ഒരു വൃക്ഷം എൻ്റെ ബൗണ്ടറിയിൽ നിൽക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്. അതേ കടലിലേക്ക് പോയി നടുവാൻ. എനിക്ക് നിങ്ങൾക്ക് പകൽക്കാലം ചിന്തിക്കാൻ കഴിയുമുണ്ട്. കടലിൽ ഒരു വൃക്ഷം ആരെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കടലിൽ നിന്ന് പകൽക്കാലം ഏതെങ്കിലും വൃക്ഷം ആരെങ്കിലും നടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെയും കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കാട്ടത്തി പോലെ പന്തലിച്ചെടുക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസ അതിനെ പിഴുതെടുത്ത് പുറത്തു കളയുവാനൊക്കെ വേണം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനും നിങ്ങളിലും വ്യാപരിക്കുന്ന ആ കാട്ടത്തിയുടെ ശക്തി എന്തെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. പ്രൈസ് ദി ലോർഡ്. രക്തം വചനം ജയമെടുക്കുകയാണ്. കാട്ടത്തി എന്തെന്ന് മനസ്സിലാക്കത്തോടത്തോളം കാലം ഹല്ലേലൂയ ആവണക്കിന്റെ കീഴിൽ ഇരിക്കുന്ന യോനയെ പോലെ അതൊരു തണലാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ യാത്രയിൽ ആവണക്ക് ഹല്ലേലൂയ അവനൊരു തണലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസിയായ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിലോ കാട്ടത്തി പോലെ പടർന്നു നിൽക്കുന്ന വിഷയങ്ങളോ തണലെന്ന് പറഞ്ഞ് ജീവിപ്പിച്ച് മുന്നോട്ട് പോകുവാനല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം എന്നെ നിങ്ങളെ കണ്ടിരിക്കുന്നത്. കാട്ടത്തിയുടെ കീഴിൽ ഇരിക്കേണ്ട അതിന്റെ തണൽ അനുഭവിക്കേണ്ടവനല്ല. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സന്തോഷത്തിൽ ജീവിക്കേണ്ടവനെ ഒതുക്കിക്കളയുന്ന കാട്ടത്തി. പ്രൈസ് ദി ലോർഡ്. അത് കാണുവാൻ കഴിയാത്ത വണ്ണം അന്ധത പിടിച്ചിരിക്കുന്ന ജനം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് എവിടാ സമയം? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. നമ്മളെ നോക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സമയമില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവസ്ഥയില്ല. എന്നാൽ അപ്പുറത്തിരിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അവൻ ഇങ്ങനെയൊക്കെ ആയതോ ദൈവത്തിന്റെ ശിക്ഷയാണ്. പ്രൈസ് അല്ലല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുവാനാണ് ഹല്ലേലൂയ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജാതീയ ശക്തികളെ കഠിനമാക്കിക്കൊണ്ട് തന്റെ ജനത്തെ ഭയത്തോടെ നയിക്കൊണ്ടൊക്കെ ആഗ്രഹിക്കുക
ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പലതും കാണിച്ചു തന്നിട്ടും ക്രിസ്തുവിലേക്ക് തിരിയുവാൻ കഴിയാതെ വേണം. ഹല്ലേലൂയ. വീണ്ടും അതിൽ പിടിച്ചു നിൽക്കുന്ന ജഡസ്വഭാവങ്ങളെ ഇന്ന് പകൽക്കാലം മുറിച്ചു കളഞ്ഞ്, അതിനെ പറിച്ചു കളഞ്ഞ്, അത് ജീവിതത്തിൽ ഇനി വാഴുവാൻ ഇടം കൊടുക്കാതിരിപ്പാൻ കടലിലേക്ക് പോകേണ്ട ആവശ്യമാണ്. പ്രൈസ്. ആമേൻ. ഹല്ലേലൂയ. കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ അതിനൊരിക്കലും വേറോർക്കില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ഇങ്ങനെ ഞാൻ അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോടും നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ജീവിതം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന കാട്ടത്തെ പറിച്ചു കളയുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതം ഇന്ന് പകൽക്കാലം ഒന്ന് വർദ്ധിക്കണം, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, എൻ്റെ ജീവിതത്തിലെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കണം, എന്നിലെ ദൈവസ്നേഹം ഒന്ന് വർദ്ധിക്കണം, എന്നിൽ അഭിഷേകം ഒന്ന് വർദ്ധിക്കണം, എന്നിലെ കൃപാവരം ഒന്ന് വർദ്ധിക്കണം. എങ്കിലേ ഈ കാട്ടത്തെ പറിക്കുവാനൊക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് കാട്ടത്തി കണ്ടിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പണ്ട് പറഞ്ഞാന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ഗൾഫിൽ നിന്നായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ കാട്ടത്തി കൊണ്ടുവന്ന് വെച്ചു. കാട്ടത്തിന് ഒരു അത്തി കൊണ്ടുവച്ചു, നല്ല കാഫലമുള്ള അത്തി. ഹല്ലേലൂയ. ഞാൻ ഗൾഫിലുള്ളപ്പോൾ എനിക്കറിയാം കാട്ടത്തി എങ്ങനെയാണെന്ന്. അവർ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. അങ്ങ് പടർന്നു പറഞ്ഞാൽ വീടിൻ്റെ മണ്ടക്കോട്ട് അങ്ങ് കവർ ചെയ്തു. 1-2 പേര് പിടിച്ച് ആ മുറ്റാത്ത തടിയായി. ഹല്ലേലൂയ. കായുണ്ട്. പ്രൈസ് ദി ലോർഡ്. കായ ഞാൻ പറിച്ചെടുത്ത് തുറന്നു നോക്കിയും പൊള്ളയാം. അതിനകത്ത് ഒന്നുമില്ല, തോട് മാത്രമല്ല, കാണാൻ മുഴുപ്പുള്ള കായുവാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം കാട്ടത്തി കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല. അത് അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനെ വളർത്തിയെടുത്ത് എനിക്കറിയാം. അതിന് പ്രത്യേകം പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനെ കവർ ചെയ്താണ് അതിനെ വളർത്തിക്കൊണ്ടുവന്നത്. വളർന്നത് ഫലം കൊടുത്തപ്പോൾ ഹല്ലേലൂയ എൻ്റെ ജീവിതാനുഭവമാണ് പറയുന്നത്. അതിനെ മൂടോടെ ഞാൻ വെട്ടിക്കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഫലം കൊടുക്കുന്നത് ഏതെന്ന് മനസ്സിലാക്കുവാൻ ആത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ആത്മാവിനാൽ ശോധന ചെയ്യുവാൻ കഴിയാതെ വേണം. ഹൃദയത്തിന്റെ മണ്ഡലത്തിൽ നല്ല കായ എന്ന് പറഞ്ഞു അതിന് രുചിയുണ്ടെന്ന് പറയുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്, നീ അതിൽ ആശ്രയിക്കരുത്, അതിന്റെ ഫലം തിന്നാൻ കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രക്തം വചനം ജയമെടുക്കുകയാണ്. ഈ കാട്ടത്തിക്ക് ഒരു ഗുണമുണ്ട്. എന്താ അറിയാവോ? അത് നല്ല തണൽ തരും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഇല നല്ല വിരിഞ്ഞ ഇലയാണ്. മറ്റുള്ള അത്തിയുടെ ഇല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നമ്മുടെ കൈപ്പത്തിയുടെ അത്രയും വില വരത്തുള്ളൂ. പ്രൈസ്. എന്നാൽ ഇത് നല്ല വിശാലമായ വലിയ മുഴുപ്പുള്ള ഇലയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിലുണ്ടല്ലോ, കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തണലിലല്ലാതെ ഈ ഭൂമിയിൽ ഏതു മനുഷ്യനെ ആശ്രയിച്ചാലും, ഭാര്യയെ ആശ്രയിച്ചാലും, മക്കളെ ആശ്രയിച്ചാലും, ഭാര്യയുടെ വാക്ക് കേട്ടാലും മക്കളുടെ വാക്ക് കേട്ടാലും, ഇന്ന് പകൽക്കാലം അതൊരു ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ ഒരു കാട്ടത്തിയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. അതൊരു തണലായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഏതാ നമ്മളിൽ വളരുന്നതെന്ന് ആത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വലിയ ദർശനം കാണാനൊന്നും നീക്കണ്ട. നമ്മളൊന്ന് ഇരുന്നൊന്ന് കുഴിച്ചു നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ഈ ചില അതിനുള്ളിലായി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ ഈ കല്ലുകൾ ഇങ്ങനെ ഓരോന്ന് പെറുക്കി എടുക്കൊണ്ടൊക്കെയായിത്തീരും. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമീൻ. പാറമേൽ അടിസ്ഥാനം ഇടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വീട് പണിയുന്നവൻ്റെ ഹല്ലേലൂയ കുഴിച്ചെടുക്കുമ്പോൾ പല പാറക്കഷ്ണങ്ങളും വരും. അതെല്ലാം അവനെടുത്ത് മാറ്റും, അതെല്ലാം എടുത്ത് പുറത്തിടും. പ്രൈസ്. അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഫൗണ്ടേഷൻ ഇടുന്നവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതിനെ ഇളക്കി മാറ്റും. പ്രൈസ്. ആദ്യം കണ്ട പാറ അത് അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും നല്ലൊരു ഫൗണ്ടേഷൻ ഇടുന്നവൻ ചെയ്യത്തില്ല. അതിൻ്റെ ആഴം എന്തെന്ന് അറിയത്തില്ല, അതിനെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. അതിനെ എടുത്ത് പുറത്തിട്ടിട്ട് ആമീൻ. ഹല്ലേലൂയ. അവന് ഇഷ്ടം ഹല്ലേലൂയ അടിസ്ഥാനം ഇടുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു അടിസ്ഥാനം അങ്ങോട്ട് ഇടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വായിക്കുകയും അതിൻ പ്രകാരമല്ല എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ച് ഞാൻ അപ്രകാരമല്ല ജീവിക്കുന്നത്, അപ്രകാരമുള്ള സ്വഭാവങ്ങൾ എന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അതിന് ആധാരമായിട്ട് ചില വാക്യങ്ങൾ ദൈവത്തിൽ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-21 19 തൊട്ട് 21 വരെ വാക്യങ്ങൾ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എണ്ണിക്ക് എത്ര ഉണ്ടത്? എത്ര ഐറ്റംസ് ഉണ്ടറിയാനത്? 15 എണ്ണം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. 15 എണ്ണം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഒരു ഭക്തനായി കർത്താവായ യേശുവിനെ ഹാലലിയ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ഹാലലിയ. അവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനം കിടക്കുന്ന എന്തൊക്കെയെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്തിട്ട് ദൈവസഭ വിട്ടു പോകാം. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലെ കർത്താവ് നമ്മളെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, ഓ ഹല്ലേലൂയ, എന്നെ പണിയും, എന്നെ പുതുക്കും, എനിക്ക് പുതിയ അഭിഷേകം തരും എന്ന് വിശ്വസിച്ചാൽ മതി. ഒരിക്കലും ദൈവം അടിസ്ഥാനമില്ലാതെ പണിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടിസ്ഥാനമില്ലാതെ പണിയുന്ന ഒരു സ്വർഗമല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് യേശു. പ്രൈസ് ദി ലോർഡ്. ശത്രു എവിടെ കൊണ്ടും പണിയും. ഹല്ലേലൂയ. അനുവാദമില്ലാതെ കയറി വന്ന് അവന് ഇഷ്ടമുള്ള പണിയും എന്തൊക്കെ വേണം അവന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ കർത്താവോ അത് ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിനെ ചിലതിനെയൊക്കെ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ആത്മീയ മണ്ഡലത്തിലുള്ള ഈ 15 കല്ലുകൾ കിടക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ആർക്കും അനക്കം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 15 കല്ല് ഇന്ന് പകൽക്കാലം എടുത്തു കളയാത്തിടത്തോളം കാലം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ആമേൻ, ഹല്ലേലൂയ. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. അവിടെ നിൽക്കട്ടെ മോനെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിലും ഹല്ലേലൂയ. ഇപ്പം കർത്താവിൻ്റെ വചനം എന്നിലാകണമെങ്കിൽ ഞാൻ കർത്താവിലും കർത്താവിൻ്റെ വചനം എന്നിലും ആകണമെങ്കിൽ ഞാൻ കർത്താവിലായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൻ്റെ വചനം എന്നിലില്ല എങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനമാണ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓരോരുത്തരെയും ജീവിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ മൺകൂടാരത്തിൽ ഒരു ജീവൻ ചലിക്കണമെങ്കിൽ, ഒരാത്മീയ തുടിപ്പ് ഉണ്ടാകണമെങ്കിൽ ഈ കർത്താവിൻ്റെ വചനം എൻ്റെ ഉള്ളിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വചനം എൻ്റെ ഉള്ളിലാകണമെങ്കിൽ, ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വ്യാപരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം അടിസ്ഥാനം ശരിയാകണം. പ്രൈസ് ദി ലോർഡ്. അടിസ്ഥാനമില്ലാത്തടത്ത് ഒരു പണിയും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം PSC സഭ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്ന ഒരു വചനം ഇതേ ഉള്ളൂ, നിങ്ങൾ മടങ്ങി വരണം. ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാനൊക്കെ വേണം വിളിക്കപ്പെട്ടവരായിരിക്കുകയാൽ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും മേലോ ഒരു പണി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ വചനം എന്നിൽ വളരണമെങ്കിലോ ആ വചനം എന്നിൽ നിൽക്കണമെങ്കിലോ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ അടിസ്ഥാനം ശരിയാക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അടിസ്ഥാനം ശരിയാക്കണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ പദ്ധതി അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവനെ ഇന്ന് പകൽക്കാലം സഹായിക്കുവാൻ കർത്താവ് കഴിയും. ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കൂടെ വരും. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇവിടെ വീണ് കിടക്കുകയാണ്, എനിക്കതൊന്ന് വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാണിച്ചു കൊടുക്കുവാൻ ഒരാത്മാവിൻ്റെ ഹൃദയം ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇന്ന് പകൽക്കാലം ചിലത് ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാകുന്നു? ഹല്ലേലൂയ. എല്ലാത്തിനും കർത്താവിന് ഉദ്ദേശമുണ്ട്. എന്നാൽ കർത്താവിന് മുമ്പാകെ ഇരിക്കണം. ഭക്തനെ, വിശുദ്ധനെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിന് മുമ്പ് ഞാൻ നിങ്ങൾ ഇരിക്കണം. കർത്താവേ, എൻ്റെ ആത്മീയ അവസ്ഥയുടേതായിരിക്കുന്ന മണ്ഡലത്തിൽ ക്ഷീണം സംഭവിച്ചു പോയി. ചിലതൊക്കെ ശത്രുക്കൾ ചില അടിസ്ഥാനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് എടുത്തു കളയുവാൻ ഒരാത്മശക്തി എനിക്ക് ആവശ്യമാണ്. എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ ഉപവാസം കൊണ്ടോ എൻ്റെ ആരാധന കൊണ്ടൊന്നും സാധ്യമാകത്തില്ലപ്പാ. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ പരിശുദ്ധനൊന്ന് ഇറങ്ങി വന്ന് എന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് പണിയുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം സഹായിക്കുന്ന ഒരാത്മാവുണ്ടോ? നമ്മളെ ബലപ്പെടുത്തുന്ന ഒരാത്മാവുണ്ടോ? നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളെ പുതുക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം എൻ്റെ മേലും നിങ്ങളുടെ മേലും പ്രവർത്തിക്കുവാൻ ഉത്സാഹത്തോടെ കാത്തിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടോ? ആ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ മേൽ മുഴങ്കാലിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉപവാസത്തിലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന ദൈവസഭ എൻ്റെ ആത്മീയ ജീവിതം ഇതായിരുന്നു എൻ്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവസഭ ശരിയാകുകയുള്ളൂ. നമ്മുടെ അടിസ്ഥാനം ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവസഭ രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേരുമെന്ന ഒരു കൂട്ടം ഇതിനകത്താകെ തീരുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഉറക്കാം, കർത്താവേ, ദൈവഹിതമല്ലാത്ത ഒരു കല്ലും എൻ്റെ ജീവിതത്തിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നിമിഷം തൊട്ട് അതിനെ എടുത്തു കളയുവാൻ ഒരു ആത്മനിയോഗമുള്ളവരായി തീർക്കാൻ തക്കോണം പരിശുദ്ധാത്മാവിനെ ഉത്സാഹിപ്പിക്കണമേ. ആമീൻ, ഹല്ലേലൂയ. അങ്ങനെ താഴോട്ട് വരുമ്പോഴേ ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ, പല കാര്യങ്ങളും ജീവിതത്തിൽ അവൻ കൊണ്ടിട്ട്, ഹല്ലേലൂയ, പല വിഷയങ്ങളും കൊണ്ടിട്ട് ഇങ്ങനെ ഹല്ലേലൂയ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്.
ജീവിതയാത്രയിൽ നമുക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഹല്ലേലൂയ. ഓരോ ദിവസവും എവിടെന്നെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും വായിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും. പ്രൈസ് ദി ലോർഡ്. അതവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, ഭയങ്കര പ്രാർത്ഥനയെ. ഹല്ലേലൂയ. എന്നാൽ അത് കേൾക്കാതിരിക്കാനുള്ള കാത് ഇന്ന് പകൽക്കാലം ദൈവജനം പ്രാപിച്ചെടുക്കണം. എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കാതിലേക്ക് വരുന്ന സകല ശബ്ദങ്ങളും അതിനെ ഫിൽട്ടർ ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവഹിതമില്ലാത്തത് എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം ഒരാത്മനിയോഗമുള്ളവനാക്കി എന്നെ തീർക്കണമേ. എൻ്റെ കാതിനെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഞാൻ രാവിലെ എഴുന്നേറ്റതാണ്. എനിക്കിന്ന് പകൽക്കാലം കർത്താവിനൂടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വായ ഇന്ന് പകൽക്കാലം കർത്താവ് കാത്തുകൊള്ളണമേ. എൻ്റെ ചിന്തകളെ ഇന്ന് പകൽക്കാലം ഒന്ന് കാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കോളേജ് ജീവിതമായിക്കോട്ടെ, എൻ്റെ സ്കൂൾ ജീവിതമായിക്കോട്ടെ, എൻ്റെ ജോലി മണ്ഡലങ്ങളായിക്കോട്ടെ, ഏതൊക്കെ ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ ദൈവമേ ദൈവഹിതമില്ലാത്തൊന്നുമായി വരാതിരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവതിന് സഹായിക്കും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഹല്ലേലൂയ, ദൈവത്തിന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് മേൽ സ്ഥാനമില്ല പലപ്പോഴും. ശത്രു കസാരയിട്ടാണ് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് പറയൊന്നും വേണ്ട, വലിച്ചവൻ കസാര നമ്മുടെ വിടും. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ സൈഡ് കൊടുത്താൽ മതി, അവൻ കസാരയല്ല സോഫ എടുത്തിട്ട് അവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നായകനായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു നായകനായി വസിക്കുന്നു വിശ്വസിക്കുക. ദൈവം നമ്മുടെ മേൽ വസിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വസിക്കും. നമ്മളെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അരുതാത്ത ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കും. അരുതാത്ത വിചാരിക്കുവാനും മോഹിക്കുവാനും തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ കടിഞ്ഞാണിട്ടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് യേശു ആയിരിക്കണം എൻ്റെ ജീവിതത്തിലെ നായകൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടു പേരെയും വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പം അവിടെ ഇവിടെ അല്പം എന്ന് പറഞ്ഞ് സൂത്രം പറഞ്ഞ് നടക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം പൂർണ്ണമായി ഇന്ന് പകൽക്കാലം നമ്മുടെ മൺകൂടാരത്തിൻ്റെ അവകാശി യേശു എന്ന് പറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, എനിക്ക് വേണ്ടി ഒരു തകർക്കപ്പെട്ട ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ഒരു ഭക്തന് ഞാനും നിങ്ങളും ഒരു ജാതിയനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നും രാവിലെ ചെന്നു, കർത്താവേ, ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ പറമ്പി ജോലി ചെയ്യേണ്ടവനാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എനിക്കൊരു ഭാഗ്യം തന്നതാണ്. ഹല്ലേലൂയ. മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തന്നതാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ ഏതെങ്കിലുമൊക്കെ ജയിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെയോ അല്ലെങ്കിൽ എന്നെ പോയി കഴിഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ഈ തന്ന മഹാഭാഗ്യം വലുതാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ കർത്താവ് എനിക്ക് വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിനുവേണ്ടി മരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പകൽക്കാലം നിൽപ്പാനിടയായി തീർന്നത്. എൻ്റെ കുറവുകൾ ക്ഷമിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഈ സ്റ്റേജിൽ നിൽപ്പാനിടയായി തീർന്നത്. എൻ്റെ കൂടെ പഠിച്ച അനേകം സ്കൂളിൽ നിന്ന് ഗിദെയോന്റെ ബുക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്ന് പകൽക്കാലം പലരുമില്ല. ഹല്ലേലൂയ. ഒരുവൻ അവിടെ വെച്ച് വലിച്ചേറി കളഞ്ഞു. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പൂർത്തീകരിക്കുന്ന മുമ്പ് അവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ വിശ്വാസത്തിൽ വന്ന കാലഘട്ടമൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. അന്ന് ഞാൻ വിശ്വാസത്തിലൊന്നും അല്ല. ഹല്ലേലൂയ. ഭാഗ്യവശാലാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടിയത്. ഈ ദൈവത്തെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷയെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കുക എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു ബോധവും എൻ്റെ പാപങ്ങളിൽ തന്നെ വിടിവിച്ചു എന്നുള്ളൊരു ബോധവും എപ്പം നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറിയോ അപ്പം ശത്രു നമ്മുടെ മേൽ ആധിപത്യം വെക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ ഷെയറിട്ട് അവൻ അവിടെ വാഴുവണ്ടൊക്കെ നമ്മുടെ ആയിത്തീരും. ഇന്ന് പകൽക്കാലം അപ്രകാരം ഏതെങ്കിലും അവസ്ഥയിൽ നിന്ന് പകൽക്കാലം നമ്മൾ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവസനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസനിൽ നിലവിളിയോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുകയാണ്. ഒരു ദൈവശക്തി നമ്മുടെ മേൽ പകരപ്പെടാൻ പോകുകയാണ്. ദൈവകൃപ നമ്മുടെ മേൽ അയക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിറയുവാൻ പോകുകയാണ്. ഇപ്രകാരം വിശ്വസിച്ച് ഓരോ ദിവസവും ഒരു ഭക്തൻ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം നമ്മളെ ശക്തനായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷീണിപ്പിച്ച് കളയാൻ തക്ക വേണം. ഹല്ലേലൂയ. പലപ്പോഴും ശത്രു ആഗ്രഹിക്കുകയാണ്. ശത്രുവിൻ്റെ ആഗ്രഹം എന്താ അറിയാവോ? നമ്മളെന്ന് ക്ഷീണിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ അവൻ മുഴുബലത്തോടും ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആമീൻ ഹല്ലേലൂയ. ഭക്തന്മാർ കഴിഞ്ഞ ദിവസം വ്യാസം പറഞ്ഞ പോലെ ഭക്തന്മാർ പോലും ഹല്ലേലൂയ വീഴിച്ചു കളയുവാൻ, വിശുദ്ധന്മാരെയും വൃതന്മാരെയും വീഴിച്ചു കളയുവാൻ, കർത്താവിനോട് അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും തെറ്റിച്ച് കളയുമെന്നൊക്കെ അവൻ്റെ മുഴുബലത്തോടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവശക്തിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകൃപ നമുക്ക് പ്രാപിപ്പാനിടയായിത്തീരും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദൈവകൃപയിലേക്കും ആ ഒരു വിശ്വാസത്തിലേക്കും അടുത്ത് വരാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ പറ്റാത്ത ഒരു കാരണമുണ്ട്. അതെ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ പൂർവ്വ പിതാവായ ആദമും ഹവ്വായ്ക്കും പറ്റിയതുപോലാണ്. ആമീൻ ഹല്ലേലൂയ. എന്നും കർത്താവിൻ്റെ കൂടെ നടക്കുകയും ജീവിക്കുകയും സംസാരിക്കുകയും ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദിവസം ഹല്ലേലൂയ ആദാവ് ഒളിക്കൊണ്ടൊക്കെ ഇടയായിത്തീർന്നു. ആമീൻ ഹല്ലേലൂയ. അത്തിയില കൊണ്ട് മറച്ച് ഇന്ന് പകൽക്കാലം ക്രിസ്തുവുമായിട്ട് മറഞ്ഞിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ രക്ഷയെ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഹല്ലേലൂയ വീണ് അത്തിയില കൊണ്ട് മറഞ്ഞു നിൽപ്പാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് ആഗ്രഹിക്കുന്നത് മടങ്ങി വരുവാനാണ്. പ്രൈസ് ദി ലോർഡ്. അത്തിയില വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞോടാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്തിയില വെച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയെ കളിപ്പിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ ഹല്ലേലൂയ. ദൈവദാസനെ കളിപ്പിക്കാൻ, ദൈവസഭയിലെ സഹോദരന്മാരെ കളിപ്പിക്കാം. സർവശക്തനായ ദൈവത്തെ ഒരു അത്തിയില വെച്ച് മറയ്ക്കുവാൻ കഴിയത്തുള്ള കാര്യം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനെ പലപ്പോഴും ഹല്ലേലൂയ ദൈവം പിടിച്ചാലേ ശത്രുവായൻ പിടിച്ചുകൊണ്ടുപോയി അവനൊരു അത്തിയില കൊടുത്ത് അവനെ ഒതുക്കി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി, ജീവിത വിഷയത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞ്, ആത്മീയ മണ്ഡലത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞ്, ദൈവസഭയിൽ നിന്ന് അകറ്റിക്കളഞ്ഞ്, വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ്, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ശൂന്യമാക്കി കളയുവാൻ പദ്ധതിയിടുന്ന ശത്രുവിന്റെ സകല പദ്ധതിയും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. രക്തം വചനം ജയമെടുക്കുകയാണ്. രക്തം വചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അത്തിയുടെ ഇലയിൽ ആശ്രയിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ഒരു ചൂട് തട്ടുമ്പോൾ അത് വാടിപ്പോകും. ഒരു ഹല്ലേലൂയ ഒരു പ്രഭാതം കാണുന്ന ഹല്ലേലൂയ കുറച്ചൊക്കെ ഒളിക്കാൻ പറ്റും, എന്നാൽ വൈകിട്ടാകുമ്പോൾ അത് ചുരുങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വേൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എന്തോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആമീൻ. ചിലരൊക്കെ അത്തിയുടെ ഇലയിൽ മറഞ്ഞിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്, എന്നാൽ ദൈവം അപ്രകാരമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. രക്തം വചനം ജയമെടുക്കുകയാണ്. ആമീൻ. രക്തം വചനം ജയമെടുക്കുകയാണ്. നമ്മളെ അറിയുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മളെ മനസ്സിലാക്കിയ ഒരുവൻ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കണ്ണിനൊരിക്കലും മറവായിട്ടില്ല. സകലതും നഗ്നവും മലർന്നതുമായിരിക്കുന്ന അവന്റെ മുമ്പാകെ ഇന്ന് പകൽക്കാലം ഈ ആലയം വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നെടുവീർപ്പോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും എൻ്റെ ആത്മീയമായിട്ട് നിന്ന് പകൽക്കാലം കർത്താവേ ഈ വിഷയങ്ങളൊക്കെ കടപ്പുണ്ട് കർത്താവേ, എനിക്കൊന്ന് എടുത്തു മാറ്റുവാൻ എൻ്റെ കരുത്തിനും എൻ്റെ ബുദ്ധിക്കും ഒരു ബലം തരുമാറാകണമേ, എൻ്റെ ജ്ഞാനത്തെ ഒന്ന് വർദ്ധിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. അത്തിയുടെ ഇലയിൽ മറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ അടിസ്ഥാനം ഉറക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ അടിസ്ഥാനം ഉറച്ചില്ല എങ്കിൽ, ആമീൻ ഹല്ലേലൂയ, ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം ഉറച്ചില്ല എങ്കിൽ ദൈവസഭയ്ക്ക്, ദൈവത്തിന്റെ ആലയത്തിന് അത് ക്ഷീണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ആമീൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയത്തിൽ ഹല്ലേലൂയ നിൽക്കുവാൻ തക്കോണം വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ടോം ഇന്ന് പകൽക്കാലം വായിച്ചൊരു ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3 പറയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മന്ദിരമാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ മന്ദിരത്തെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമുണ്ടല്ലോ, ഇതൊരു വിശുദ്ധിയുടെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ആ വിശുദ്ധിയുടെ അടിസ്ഥാനത്തെ പൊളിച്ചു കളയുവാൻ ശത്രു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെ പൊളിച്ചു കളഞ്ഞുകൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയവും സന്തോഷവും നഷ്ടമാക്കി കളഞ്ഞുകൊണ്ട്. ആമീൻ ഹല്ലേലൂയ. ദൈവവചനം കേട്ടിട്ടും അതിലേക്ക് ഹൃദയത്തെ കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിൽ മൂടുപടമിട്ട് അതേ മൂടുപടമിട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ മൂടുപടത്തെ വലിച്ചു കീറി കളയാത്തിടത്തോളം കാലം കർത്താവിൻ്റെ മനോഹരത്വം കാണുകയില്ല, ദൈവശക്തി അനുഭവിക്കാൻ കഴിയുകയില്ല. ദൈവ തേജസ്സിനെ മറഞ്ഞിരിപ്പാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം നമ്മളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് സാഷ്ടാംഗം വീഴാം. കർത്താവേ, അടിയനെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എല്ലാ മൂടുപടങ്ങളെ കീറിക്കളയുവാൻ ഒരു ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ആത്മമണ്ഡലത്തേക്ക് ഇന്ന് പകൽക്കാലം പകരപ്പെടുമാറാകണമേ. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ മനുഷ്യനായി, കർത്താവിൻ്റെ കാര്യത്തിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമായി തീരുവാൻ, കർത്താവിൻ്റെ ബലത്തോട് ശക്തിയോട് ആരാധിക്കുന്നതിനായി തീരുവാൻ, കർത്താവിന്റെ കൃപയെ അനുഭവിക്കുന്നതിനായി തീരുവാൻ, കർത്താവിന്റെ തേജസ് പ്രാപിക്കുന്നതിനായി തീരുവാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടപ്പോ. എന്നാൽ എന്റെ മൺകൂടാരത്തിന്റെ വേളം പല മണ്ഡലങ്ങളിൽ ശത്രു ചില കല്ലുകൾ കൊണ്ടിട്ടിട്ട് അതിനെ പണിയുവാൻ കഴിയാതെ വേണം, എന്റെ ജീവിതത്തെ ഉറപ്പിക്കാൻ കഴിയാതെ വേണം, എന്റെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ കഴിയാതെ വേണം, എനിക്കൊരു ആത്മീയ ഫലം കൊടുക്കുവാൻ കഴിയാതെ വേണം. എന്റെ ജീവിതത്തെ മുടിച്ചു കളയുന്നതായിരിക്കും അന്ധകാര ശക്തിയുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും എന്റെ ജീവിതത്തെ വിടിവിച്ചെടുക്കുവാൻ ഒരു ദൈവശക്തി എനിക്ക് ആവശ്യമാണ്.
ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസം അപ്രകാരമായി ചേരട്ടെ. കർത്താവേ, എൻ്റെ മൺകൂടാരത്തിൽ എൻ്റെ പരിശുദ്ധൻ വസിക്കണം. ഇന്ന് പൽക്കാലം ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൻ്റെ മേൽ യേശുവിന് വാസമുള്ള സ്ഥലമായിരിക്കണം. ആമീൻ, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണിത്. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു ഉപകരണവും ഒരു സാധനവും ഒരു വിഷയവും എടുത്തു വെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമില്ലാതെ എൻ്റെ ഓരോ ചുവടും മുൻപോട്ട് പോകുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ സൻബത്തും തോബിയാവിൻ്റെയും ചില ഉപകരണങ്ങൾ എടുത്തു വച്ച് ആലയത്തിൽ ശുദ്ധീകരിക്കേണ്ടതും ആലയത്തിൽ വെക്കേണ്ട വിഷയങ്ങൾ എടുത്തു വെക്കാതെ വണ്ണം സൻബത്തും തോബിയാവിന്റെ ആലോചന കേട്ടോ അവന്റെ വേണ്ടി വഴിതിരിഞ്ഞു നിൽക്കുന്ന ജീവിതമേ ഇന്ന് പൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവം നിങ്ങളുടെ മേൽ ദൈവശക്തി പകരപ്പെടും. ഓ ജീസസ്, ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിൽ വെക്കേണ്ട അറകൾ, കർത്താവിന്റെ ആലയത്തിൽ വെക്കേണ്ട അറകളിലോ തോബിയാവും സമ്പത്തും ചില ആലയത്തിലോ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രമാണമില്ലാത്ത വിശുദ്ധിയില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് എടുത്തു കളയേണ്ട അകൽക്കാലമായി തീരുമാനാകട്ടെ. രക്തം വചനം ജയമെടുക്കുകയാണ്. ആമീൻ. രക്തം ജയമെടുക്കുകയാണ്. കർത്താവ് ഇപ്രകാരം സംസാരിക്കുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഞാൻ ഈ മൺകൂടാരങ്ങളെ പൊളിച്ച് പണിയും. ഹല്ലേലൂയ. ഞാൻ ഈ മൺകൂടാരങ്ങളെ പണിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ മൺകൂടാരത്തെ പണിയണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ മൺകൂടാരത്തിൽ ഒരു ദൈവശക്തി എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട്? ഈ മൺകൂടാരത്തിന് വേണ്ടി ഒരു പുതിയ ബലം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു സ്വർഗീയ ശക്തിക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. തേജസ്വരൂപനെ കാണുവാൻ ആഗ്രഹം എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വാസം എത്ര പേർക്കുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വാസവർദ്ധന എത്രയുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ എത്രയുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മമണ്ഡലത്തിലെ ജ്വലനം എത്രയുണ്ട്? എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ കത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവം നിന്നെ കത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ ഇങ്ങനെ ഇരിക്കുവാനുള്ളവനല്ല. നിന്റെ ജീവിതം ഇന്ന് പകൽക്കാലം അത്തിയുടെ മറയിൽ ഇരിക്കേണ്ടവനല്ല. നിന്നെ കണ്ടിരിക്കുന്നത് തേജസ്സിന്റെ മഹത്വം പ്രാപിക്കുന്നവനാണ്. ക്രിസ്തുവിന്റെ രക്ഷത്താലും യേശുക്രിസ്തുവിന്റെ അതിശക്ത വചനത്താലും ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ മേലും അടിയങ്ങളുടെ മേലും ഒരു പുതിയ അഭിഷേകത്തിന്റെ പകൽക്കാലമായി തീരട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ പണിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവസഭയിൽ ഒരു പണിയുണ്ട്, എന്നിലൊരു പണിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് ഒരു മാറ്റം വരും. ആമീൻ, ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കടലിൽ പറഞ്ഞു പോകേണ്ടത് കടലിൽ പോകണം. ആമീൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കടലിൽ എടുത്തു കളയേണ്ടതിനെ കടലിൽ എടുത്തു കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനി ഇന്ന് പകൽക്കാലം തുടർ ജീവിതത്തിൽ സമ്മതിക്കരുത്. ഓ ജീസസ്, ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുകയാണ്. ആമീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രത്യാശ എന്തുവാണ്? കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ കൂടെയുള്ള വാസവുമാണ്. എന്നാൽ ഈ വിശ്വാസപ്രകാരം ആത്മാർത്ഥമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, ഈ വിശുദ്ധിയും ഈ വിശ്വാസവും നിമിത്തം കാഹളനാദം കേൾക്കുമ്പോൾ എൻ്റെ ഈ മൺകൂടാരം രൂപാന്തരപ്പെടുമോ? അതല്ല, കർത്താവ് വരുന്നതിന് മുമ്പ് ഞാൻ ഭൂമിയിലേക്ക് മറയപ്പെട്ടാൽ എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ എൻ്റെ ഈ മൺകൂടാരം രൂപാന്തരപ്പെടുമോ എൻ്റെ ജീവിത യാത്രയിൽ? ഇന്ന് പകൽക്കാലം ക്രിസ്തു ആഗ്രഹിക്കുന്നതാണ്. ഈ ഭൂമിയിലെ ഹല്ലേലൂയ സകല നന്മയും തന്ന് അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ സാക്ഷിയായി വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ ചിലതൊക്കെ തണലായിട്ട് തന്നിട്ടുണ്ട്, ഒരു താങ്ങായിട്ട് തന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഹല്ലേലൂയ മുറുകെ പിടിക്കാതെ വേണം. അതൊന്നും നമ്മുടെ ജീവിതത്തെ പടർന്നു കയറാൻ സമ്മതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പടർന്നു കയറുന്നുണ്ടെങ്കിലോ കർത്താവിൻ്റെ ആത്മാവും ദൈവവചനമല്ലാതെ നമ്മുടെ ജഡത്തിൻ്റെ മേൽ നമ്മുടെ തലമുറയായിക്കൊള്ളട്ടെ, നമ്മുടെ ഹല്ലേലൂയ കൊച്ചുമക്കളായിക്കോട്ടെ, വലിയ മക്കളായിക്കോട്ടെ, ആരായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി ആയിക്കൊള്ളട്ടെ, നമ്മുടെ സമ്പത്തായിക്കോട്ടെ, നമ്മുടെ മേൽ പടർന്നു കയറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അത് നമ്മളെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ മുടിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കൊരു താങ്ങാണ് ജീവിതയാത്രയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ. ഈ തന്ന ജോലി ആയിക്കോട്ടെ, ഈ തന്ന സമ്പത്തായിക്കോട്ടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു താങ്ങായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിൽ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്നതിലൊന്നും ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര ശത്രുവായും ചതിച്ച് കളയരുത്. അവന് ദിവസങ്ങളിൽ ചതിച്ച് കളയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിട്ടാണ്. രോഗമിട്ട്,
ബുദ്ധിമുട്ടിട്ട് ഞെരുക്കമിട്ട് ഹല്ലേലൂയ ദിവസങ്ങൾ ഞാൻ ഒത്തിരി അഭ്യസിപ്പാൻ തക്ക വേണം. ദൈവവചന പ്രകാരം ഞാൻ അഭ്യസിപ്പാൻ തക്കണം. എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തിൽ സമ്മതിപ്പിച്ചിങ്ങനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊക്കെയും ആശ്രയിച്ച് ജീവിച്ചാൽ എൻ്റെ നിത്യത അവൻ എടുത്തുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കയ്യിൽ അകപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വിശ്വാസത്തെ അവന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രത്യാശയെ ഹല്ലേലൂയ അവൻ കവർന്നെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വേൽക്കാലം എന്നെയും നിങ്ങളെയും കൊള്ളയിടുവാൻ, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കൊള്ളയിടുവാനാണ് അവൻ്റെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നന്മയല്ല അവൻ നോക്കുന്നത്, നമ്മളെ എങ്ങനെ വീഴുമെന്ന് അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. എവിടെ നമ്മളെ തൊട്ടാൽ നമ്മൾ വീഴുമെന്ന് അവൻ അറിയാം. അവിടെ തൊട്ട് നമ്മളെ വീഴിച്ച് അവൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കീഴെ വെക്കൊന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, അഭിഷേകമുള്ളവൻ, ദൈവശക്തിയുള്ളവൻ പറയും, ശത്രുവേ നിനക്ക് എൻ്റെ മേൽ ജയിക്കാൻ കഴിയില്ല. ഞാൻ ഒരുവനെ പിൻപറ്റുന്നുണ്ട്, എൻ്റെ നായകൻ എനിക്ക് മുമ്പായിട്ട് പോകുന്നുണ്ട്, അവൻ്റെ കീഴിലാണ് ഞാൻ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. ജീവിത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ തക്കണം. ദൈവമേ എന്നെ കൃപയാൽ എന്നെ നിറയ്ക്കുമാറാകണമേ. ഈ പറഞ്ഞിട്ട് ഞാൻ നാളെ ഇറങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ തന്ത്രം വേറെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെങ്ങനെ പ്രസംഗിച്ചോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്ന് പകൽക്കാലം ജീവിതമേ അത് കണ്ടിട്ട് പതറുവാനല്ല, അത് കണ്ടിട്ട് ഹല്ലേലൂയ ഓടാതിരിക്കുവാനല്ല, ഇന്ന് പകൽക്കാലം ആ സത്യം അറിഞ്ഞിട്ട് വിളിച്ചു പറയാതിരിക്കുവാനല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ പകർന്നിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന് ഞാൻ കീഴ്പ്പെട്ടാൽ, എൻ്റെ സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർത്താൽ, ഇന്ന് പകൽക്കാലം ശത്രു ഒരുക്കുന്ന സകല കണിയും അവന് ഹല്ലേലൂയ കണിയായി തീരും. എൻ്റെ മേൽ ഒഴുക്കുന്ന സകല കണികളും, ഞാൻ യേശുവിനോട് നടക്കാൻ വിളിക്കപ്പെട്ടവനാണെങ്കിലോ, യേശുവിന്റെ വചനത്താൽ വിളിക്കപ്പെട്ടവനാണെങ്കിലോ, ഞാൻ യേശുവിനെ പിൻപറ്റുന്നവനാണെങ്കിലോ, എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്നത് അവൻ്റെ ശത്രുവിന്റെ സകല കണിയും അവന് കണിയായി തീരും. പ്രൈസ് ദി ലോർഡ്. രക്തം വചനം ജയമെടുക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അവൻ്റെ കണിയിൽ അവൻ കുടുങ്ങും. ആമേൻ. അവൻ്റെ പദ്ധതിയിൽ അവൻ കുടുങ്ങും. അവൻ്റെ പദ്ധതി പിൻപറ്റാനാണ്. ഹല്ലേലൂയ. നമ്മളെ പിന്തുടരാനാണ് അവൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അവൻ്റെ ആഗ്രഹം പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പിടിച്ചാൽ മാത്രമല്ല എൻ്റെ കൊള്ള പങ്കിടണം. എൻ്റെ ജീവിതത്തിലെ ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്ത ദൈവീയ ശക്തിയെയും ബലത്തെയും അവൻ കൊള്ളയിടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുതേ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ട എൻ്റെ സഹോദരന്മാരെ മറന്നു പോകരുത്. ശത്രു പിടിക്കുക മാത്രമല്ല നമ്മളെ കൊള്ളയിടും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കേട്ടതാണ് ഹല്ലേലൂയ സത്രത്തിൻ്റെ കാര്യം. ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ പറയുകയാണ്, നിന്നെ കൊള്ളയിടാനൊക്കെ പദ്ധതി പലപ്പോഴും ശത്രു ഒരുക്കുന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ ആശ്രയിച്ച് നടക്കുന്നവൻ്റെ മേൽ, ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ്റെ മേൽ അവന് വേണ്ടി ചില ദൂതന്മാരെ മുൻപോട്ട് അയക്കും. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി വഴിയൊരുക്കുവാൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ, അവൻ പ്രതികൂലം വന്നാൽ അതിലൂടെ കടന്നു പോയാലും അവൻ വെന്തു പോകാതിരിപ്പാൻ തക്കവണ്ണം അവൻ്റെ മേലൊരു ദൈവശക്തി പകരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുകയാണ് കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മളിൽ വാസ്തവമായി വിശ്വാസത്തിൻ്റെ വേരുണ്ടോ? പ്രത്യാശയുണ്ടോ? ചോദിക്കണം നമ്മളോട്. കർത്താവ് യേശു എനിക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളം ആനന്ദിക്കുന്നുണ്ടോ? മനസ്സിലായിക്കോണം. അങ്ങനൊരു പ്രത്യാശയും ഉണർവും നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ വിളക്കിനകത്ത് ഒന്നിൽ എണ്ണ ഇല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ വിളക്ക് കെട്ടുപോയി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിളക്ക് കെടാതിരിക്കാനാണ്. ആമീൻ. ഹല്ലേലൂയ. വിളക്ക് കെട്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ഇരുട്ടുണ്ടോ എന്ന് പകൽക്കാലം നമ്മളോട് ചോദിക്കാം. എൻ്റെ ജീവിതത്തിൽ വെട്ടമുണ്ടോ കർത്താവേ? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. എൻ്റെ ജഡത്തിൻ്റെ ഈ 15 സ്വഭാവങ്ങൾ എന്നിവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇനിയും വിഷയങ്ങൾ ക്രൂശിക്കാൻ കടപ്പുണ്ട്. അതിലെനിക്കിനിയും ജീവിക്കേണ്ട കർത്താവേ. ഒരു കാര്യമുണ്ട്, കർത്താവ് ഹല്ലേലൂയ നമ്മളിൽ വസിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി അടയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അടക്കപ്പെടണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി നമ്മുടെ ജഡസ്വഭാവം അടക്കപ്പെട്ടെങ്കിൽ മാത്രമേ സർവശക്തൻ്റെ ശക്തി നമ്മുടെ മേൽ വസിക്കത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് വാഴണമെങ്കിൽ കർത്താവ് പറഞ്ഞ ആ അടക്കപ്പെട്ട കാര്യങ്ങൾ അടക്കപ്പെടാതെയും ആമീൻ ഹല്ലേലൂയ ഇരുന്നാൽ കർത്താവിന് വസിക്കാനൊക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഹല്ലേലൂയ ഞാൻ വീട്ടിലിങ്ങനെ ഷൈനോട് ചോദിച്ചു, എന്തോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഷൈനി നമ്മുടെ ട്രാഷ് ബാഗ്, ആത്മീയ വിഷയം സംസാരിച്ചപ്പോഴാണ്, ട്രാഷ് ബാഗ് ഒരു ദിവസം നമുക്ക് കളയാതെ വെക്കാം, ചിലപ്പോൾ വേസ്റ്റ് ഇടുന്ന പോലൊക്കെ ഇരിക്കും, എന്നാലും 1 മാസം കളയാൻ വെക്കാൻ പറ്റുമോ?
നമ്മളെ ട്രാഷ് ബാഗല്ലേ, നമുക്ക് മനസ്സിലായോ? വേസ്റ്റ് നമ്മൾ ഇടുന്ന ഫുഡിൻ്റെ വേസ്റ്റ്, സകല വേസ്റ്റും ഒക്കെ ഇടുന്ന ഇതുണ്ടല്ലോ കിച്ചണിൽ വെച്ചേക്കുന്നത്, ഒരു ദിവസം 2 ദിവസമൊക്കെ അല്ലേ? അപ്പോൾ ഇടുന്ന മീറ്റിൻ്റെ അനുസരിച്ചിരിക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞ്, ഒരു 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ പോയി ചാത്ത് കയറുമ്പോഴേ നാറ്റം ഉണ്ടാവുമോ? ആദ്യം പോയി ചെന്നറിയോ, വേറൊരു പണി ഞാൻ ചെയ്തിട്ടുള്ളതാണ്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെന്നിട്ട് ആ ട്രാഷ് ബാക്കി വെക്കുക, അതിനെ വൈൻഡപ്പ് ചെയ്യുക, ട്രാഷ് പുറത്ത് കളയുക. ഇന്ന് പകൽക്കാലം ഇതുപോലെ ആയിരിക്കണം ഒരു ഭക്തൻ്റെ ജീവിതവും. ട്രാഷ് ജീവിതത്തിൽ സൂക്ഷിക്കരുത്. ട്രാഷ് ഉണ്ടെങ്കിൽ കർത്താവിന് കടന്നു വരാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്നും മറന്നില്ല. നിങ്ങൾ പകൽക്കാലം എന്ത് ഓർക്കണം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നാറ്റം വെക്കുന്ന ഒരു ട്രാഷും ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയം എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സുഗന്ധത്താൽ നിറഞ്ഞതായിരിക്കണം, അത് സൗന്ദര്യത്താൽ നിറഞ്ഞതായിരിക്കണം, അത് തേജസ്സിനാൽ നിറഞ്ഞതായിരിക്കണം, അത് ദൈവശക്തിയാൽ നിറഞ്ഞതായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി ജീവിതത്തിൽ വെച്ച സകല ട്രാഷിനെയും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ബലത്തോടെ കെട്ടി പുറത്തു കളയുന്നൊക്കെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിതൊക്കെ ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് കർത്താവെ ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത്. ഹല്ലേലൂയ. അതൊന്ന് കുഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഹല്ലേലൂയ ഒന്നും പറയാനൊക്കത്തില്ല. ഹല്ലേലൂയ. നാളെ എന്തൊടുക്കും, എന്ത് തിന്നും, എന്ത് ചെയ്യും, ഇങ്ങനെ വിചാരപ്പെട്ട് ഹൃദയം കലങ്ങി കിടക്കുന്നവനെക്കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന് പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ കലങ്ങണ്ടടാ, നീ വിഷമിക്കണ്ട, നീ ഭാരപ്പെടണ്ട, ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി സകലതും കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ദൈവത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സഭ വിട്ട്, ആരാധന വിട്ട് ഈ തിരുമേശയോട് ബന്ധപ്പെട്ട് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കർത്താവ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇതിനകത്തേക്ക് നീ കൈനീട്ടുവാൻ എന്നെ നിങ്ങളെയും ഭൂമിയിൽ ശേഷിപ്പിച്ചു. ആമീൻ. ഹല്ലേലൂയ. ഇതിൽ കൈനീട്ടുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൽ അപേക്ഷിക്കാം, കർത്താവേ, ഇതിൽ കൈനീട്ടി എൻ്റെ കർത്താവിൻ്റെ ആ അപ്പം തിന്നുകയും ഈ ഹല്ലേലൂയ ഈ വീൺ കുഞ്ഞൊടിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാഷും ഉണ്ടാകാൻ അനുവദിക്കരുതേ. ഇത് നിമിത്തം ഞാൻ കുറ്റക്കാരനായി എൻ്റെ കർത്താവിൻ്റെ കോപത്തിന് കാരണമാകരുത്. ആമീൻ. ഹല്ലേലൂയ. ഇത് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമെങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ നിന്നും എല്ലാം എടുത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. PSCC സഭയെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എങ്കിൽ, കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി കാതോർത്ത് ഓരോ ദിവസം ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നാറ്റം വെക്കുന്ന എല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ട് കർത്താവിന് സുഗന്ധമായി തീരുവാൻ, കർത്താവിൻ്റെ ജീവിതത്തിൽ സൗരഭ്യവാസനയായി തീരുവാൻ, എൻ്റെ മകനെന്നും മകളെന്നും പറയുവാൻ തക്കവണ്ണം സന്തോഷിക്കുന്ന ഒരു സ്വർഗം പോലെ നമുക്ക് ഹല്ലേലൂയ ആ കർത്താവിൻ്റെ മുഖം വാടാതിരിപ്പാൻ തക്കവണ്ണം ദൈവസനിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് വേണ്ടി തുണയായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പലപ്പോഴും ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഇവൻ ഇങ്ങനെ ആവുന്നല്ലോ, കർത്താവേ, ഇവന് ഒരു മാറ്റം വരുന്നില്ലല്ലോ, കർത്താവേ, ഇവൻ ഇത്ര നാളും ഇങ്ങനെയൊക്കെ കൊണ്ടു നടത്തുന്നു, ഇവനൊരു മാറ്റം കാണുന്നില്ലല്ലോ, കർത്താവേ, ഇവൻ എന്താണ് കർത്താവ്? അപ്പം വീണ് കർത്താവ് പറഞ്ഞു, നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷം വരെ നമ്മളെ നിർത്തിയ ദൈവത്തിന് ഇന്ന് പകൽക്കാലവും വീണ്ടും കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മഹാകരുണയെ വീണ്ടും നമ്മൾ ചോദ്യം ചെയ്യരുത്. ആ കരുണയുടെ പാദപീഠത്തിലേക്ക് ഇന്ന് പകൽക്കാലം നെടുമ്പാണ് വീണുകൊണ്ട് എൻ്റെ ദൈവമേ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്ത് വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നമുക്ക് 2 കൊരിന്ത്യർ 6-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 16-ാം വാക്യം വായിച്ച്. ഹല്ലേലൂയ. 2 Corinthians 6:16. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടറിയാം, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്ന ദൈവം, അവൻ ആ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നും ഉണ്ടാകാതിരിപ്പാൻ അമ്മ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം ഈ ഒരു വലിയ ഒരു ദൈവം നമുക്ക് തന്ന മഹാഭാഗ്യമാണ് യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ ഹല്ലേലൂയ ഒരുത്തിന് ഞാൻ ബൈബിളൊക്കെ കൊണ്ട് കൊടുത്തലും എത്ര വട്ടം പറഞ്ഞാലും ശരി, അവർക്കതൊന്നും ഒരു വിഷയമല്ല, അവർക്കതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല, അവർക്കതിനെക്കുറിച്ചുള്ള വിചാരമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആലോചിക്കുന്നുണ്ട്, കർത്താവേ, എത്ര ഭാഗ്യമാണ് ദൈവം നമുക്ക് ചെയ്തത്. ആ മഹാഭാഗ്യത്തെ തള്ളിക്കളയാതെ ഇന്ന് പകൽക്കാലം വിശുദ്ധ ജീവൻ നയിച്ച് ആത്മാവിൽ മുന്നേറാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാട്ടെ. ഞാൻ ഇരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ഹല്ലേലൂയ 1 തിമോത്തിയോസ് 6-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അത് അതിന് മുമ്പായിട്ട് 1 പീറ്റർ 2:4 എന്ന് വായിച്ചേ.
ആമേൻ. ഹല്ലേലൂയ. ജീവനുള്ള കല്ലുകളായി തീർന്ന് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഞാനും നിങ്ങളും ജീവനല്ലതായി പോകാതിരിപ്പന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം സഹായിക്കട്ടെ. അത് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് സുപരിചിതവും വായിക്കുന്ന കാര്യങ്ങളുമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് അറിഞ്ഞ് ഇതിൻ്റെ തിയോളജി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആലയമായി പണിയപ്പെടേണ്ട ഞാനും നിങ്ങളും ഹല്ലേലൂയ ജീവനുള്ളവരായിരിക്കണം. പ്രൈസ്. ജീവനല്ലതായിത്തീരുന്ന എല്ലാ സ്വഭാവങ്ങളും മുമ്പേ കേട്ടതുപോലെ അതെല്ലാം എടുത്തു കളഞ്ഞ് കർത്താവിന് മുമ്പാകെ ഈ ഒരു ഞായറാഴ്ച തൊട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതൊക്കെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സഹായിക്കുന്ന ദൈവം ഇന്ന് പൽക്കാലം ഇവിടെ ഉണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് ഹല്ലേലൂയ 1 തിമോത്തിയോസ് ഹല്ലേലൂയ 6-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. ആമീൻ. ഹല്ലേലൂയ. സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അടിസ്ഥാനത്തിൻ്റെ ഉപയോഗം എന്തെന്ന് മനസ്സിലാക്കണം. അടിസ്ഥാനത്തിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണം. ജീവിതയാത്രയിൽ അടിസ്ഥാനമില്ലാത്തവനെ പോലെ ആയിത്തീർന്ന് ശൂന്യനായി പോകുവാനിടയാകരുത്. ജീവിതയാത്രയിൽ അടിസ്ഥാനമില്ല എങ്കിൽ നമ്മുടെ ജീവിതയാത്ര ഹല്ലേലൂയ കർത്താവിൻ്റെ ആ തീരത്ത് എത്തിച്ചേരുകയില്ല. ദൈവകരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കേട്ടു. ചിലപ്പോൾ ചിലർ ചിന്തിക്കുമായിരിക്കും, ഹല്ലേലൂയ ഞാൻ ഇന്ന് തൊട്ട് ദൈവസേനയിൽ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. എനിക്കൊരു പുതിയ ഒരു ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ ഈ വചനം ഇന്ന് പകൽക്കാലം എപ്രകാരം കേട്ടു എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കാം. കർത്താവേ, ഈ വചനം കേട്ടിട്ട് എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ കേട്ടതാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിപ്പാൻ തക്കോണം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തലകളെ വണക്കാം. നമ്മുടെ ദൈവത്തിലേക്ക് നമ്മുടെ സകല ചിന്തകളെയും വിട്ടുകളഞ്ഞിട്ട് കർത്താവേ, ഞാൻ കേട്ട വചനപ്രകാരം ഈ നാളിൽ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനമുള്ളവനായിരിക്കാൻ, ഈ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാനവും എൻ്റെ ജഡത്തിൻ്റെ മേൽ ഞാൻ ഇടുവാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെതായിരിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തെ ഭരിച്ച് എൻ്റെ കർത്താവിൻ്റെ തേജസ് എൻ്റെ ഉള്ളിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ സ്വർഗം ആ പ്രാർത്ഥനയുടെ മേൽ മുദ്രയിടാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം ഹല്ലേലൂയ നമ്മുടെ കാതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശക്തിയാൽ ഇന്ന് പകൽക്കാലം വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ മൺകൂടാരത്തിലും ചിന്താമണ്ഡലത്തിലും ഹൃദയമണ്ഡലങ്ങളും തുറക്കപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ ശക്തിയാൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. നസ്രാന യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ആത്മീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന പടുവൃക്ഷം പോലെ കർത്താവേ ഹല്ലേലൂയ ഗുണമില്ലാതിരിക്കുന്ന സകല വൃക്ഷങ്ങൾ ജീവിതത്തിൻ്റെ ആത്മമണ്ഡലങ്ങളിൽ കർത്താവേ ക്രിസ്തുവിൻ്റെ വേർ ഉറയ്ക്കുവാൻ കഴിയാതവണ്ണം പറന്നു നിൽക്കുന്ന എല്ലാം പറഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട വചനപ്രകാരം തിരുമുമ്പാകെ അടിയനെയും കർത്താവേ ഈ ദൈവസഭയും തിരുപ്പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ ശക്തി ഞങ്ങളുടെ മേൽ അധികമായി പകരപ്പെടുമാറാകണമേ. കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവിടുത്തെ ആത്മാവിൻ്റെ നിറവിനോട് നിൽക്കുവാൻ, അവിടുത്തെ ദിവ്യശക്തി പ്രാപിച്ചോ കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ പ്രയോജനമുള്ളവരായി തീരുവാൻ വീണ്ടും അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അവിശ്വസ്തകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തോട് മനഃപൂർവ്വം മനസ്സലിയണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തോട് ഇന്ന് പകൽക്കാലം ദയ കാണിക്കണമേ. ഞങ്ങളെ കൊള്ളയിടുവാൻ സമ്മതിക്കരുത്, ഞങ്ങളെ ശൂന്യമാക്കുവാൻ സമ്മതിക്കരുത്. ഞങ്ങളുടെ ആത്മീയ മണ്ഡലം കർത്താവിന് മുമ്പാകെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും അത് കർത്താവിന്റെ ബലത്താൽ പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലപ്പ. ഇന്ന് പകൽക്കാലം ദൈവീയ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തേക്ക് പകരപ്പെടുമാറാകണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ആത്മീയ മണ്ഡലം പണിത് കർത്താവിന് വേണ്ടി ഫലമുള്ള ജീവിതങ്ങളായിരിക്കാൻ ഇതുപോലെ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.